ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയുടെ 3 മക്കളും 3 പേരക്കുട്ടികളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഗസ മുനമ്പിലെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വ്യോമാക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഫലസ്തീൻ വാർത്താ ഏജൻസിയായ ഷെഹാബിനെ ഉദ്ധരിച്ച് ഖത്തർ ഉടമസ്ഥതയിലുള്ള അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഗസ നഗരത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള ഷാദി അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള ആക്രമണത്തിലാണ് ഇസ്മയിൽ ഹനിയുടെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടത്. ഈദ് ദിനത്തിലായിരുന്നു ആക്രമണമെന്നാണ് സൂചന. തന്റെ മക്കളായ ഹസീം, ആമീർ, മുഹമ്മദ് എന്നിവരും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടതായി ഇസ്മയിൽ ഹനിയ അൽ ജസീറയോട് പ്രതികരിച്ചു. രക്തസാക്ഷികളായവരുടെ രക്തത്തിലൂടെയും മുറിവേറ്റവരുടെ വേദനയിലൂടെയും ഞങ്ങൾ പ്രത്യാശ സൃഷ്ടിക്കും. ഞങ്ങൾ ഭാവിയെ സൃഷ്ടിക്കും. ഞങ്ങളുടെ രാജ്യത്തിനും ജനതയ്ക്കും സ്വാതന്ത്ര്യം നൽകും, ഇസ്മയിൽ ഹനിയ പറഞ്ഞു. ഹസീം ഹനിയ മകൾ അമൽ, അമീർ ഹനിയ മകൻ ഖാലിദ്, മകൾ റസാൻ, മുഹമ്മദ് ഹനിയ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ആക്രമണത്തിൽ നേരത്തെ ഇസ്മായിൽ ഹനിയയുടെ നിരവധി കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹനിയയുടെ മക്കളും പേരക്കുട്ടികളും ഈദ് ദിനത്തിൽ ബന്ധുവീടുകളിൽ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ആക്രമണത്തെ പൈശാചികതയെന്ന് വിശേഷിപ്പിച്ച ഇസ്മായിൽ ഹനിയ ബന്ധുക്കളെയും വീടുകളെയും ഇസ്രായേൽ ലക്ഷ്യം വച്ചാലും ഫലസ്തീൻ നേതാക്കൾ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്നും പറഞ്ഞു. യുദ്ധം തുടങ്ങിയ ശേഷം തന്റെ കുടുംബത്തിലെ 60 അംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന് ഹനിയ പറഞ്ഞു. തന്റെ കുടുംബം ഷാദി അഭയാർത്ഥി ക്യാമ്പിനടുത്ത് കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്നും ഹമാസ് മേധാവി അറിയിച്ചു. ഹനിയ ഇപ്പോൾ പ്രവാസിയായി ഖത്തറിലാണ് താമസം. ഷാദി സ്വദേശിയാണ് ഹനിയ. ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ ചർച്ചകളെ ഈ സംഭവം ബാധിക്കില്ലെന്നും ഹമാസ് മേധാവി വ്യക്തമാക്കി. നേതാക്കളുടെ കുടുംബങ്ങളെ ആക്രമിക്കുന്നത് വഴി ജനങ്ങളുടെ ആവശ്യങ്ങൾ തങ്ങൾ ഉപേക്ഷിക്കുമെന്നാണ് ശത്രു വിശ്വസിക്കുന്നതെന്നും ഹനിയ പറഞ്ഞു. തന്റെ മക്കളെ ആക്രമിക്കുന്നത് വഴി ഹമാസിന്റെ നിലപാട് മാറുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തരമാണെന്നും ഹനിയ കൂട്ടിച്ചേർത്തു. അതേസമയം സിറിയയിലെ ലെബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം. ഗസയിൽ ഹമാസ് തീവ്രവാദികളോട് പോരാടുന്നതിനൊപ്പം തന്നെ ഹിസ്ബുള്ളയെ നേരിടാനും തങ്ങളും തയ്യാറാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കൃത്യമായ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആക്രമണത്തിന്റെ വീഡിയോയും സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. ഗസ യുദ്ധത്തിന് വെറും ഒരടി മാത്രം അകലെയാണ് തങ്ങളെന്ന് വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതേസമയം എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കുന്നതുവരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒക്ടോബർ 7-ന് പ്രത്യേകിച്ച് ഒരു പ്രകോപനവും ഇല്ലാതെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ നടത്തിയ തിരിച്ചടി 6 മാസം പൂർത്തിയായ വേളയിൽ മന്ത്രിസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മൾ വിജയത്തിൽ നിന്ന് ഒരു പടി മാത്രം അകലെയാണ്. എന്നാൽ അതിന് നമ്മൾ നൽകേണ്ടി വന്ന വില വേദനാജനകവും ഹൃദയഭേദകവുമാണ്, നെതന്യാഹു പറഞ്ഞു. അതേസമയം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളെക്കുറിച്ചും നെതന്യാഹു തുറന്നു പറഞ്ഞു. ന്യായമായ ഒരു കരാറിന് ഇസ്രായേൽ തയ്യാറാണെന്നും എന്നാൽ ഏകപക്ഷീയമായി ഒരു കീഴടങ്ങലിന് ഇസ്രായേൽ തയ്യാറല്ല എന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു.